പുസ്തകം 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ സ്തോത്രം ഈ പുതിയ നിയമത്തില് 5 പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് യോഹന്നാൻ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ ലേഖനം എഴുതി തരുമ്പോൾ ലേഖനായിരിക്കുന്ന യോഹന്നാൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. ഈ ലോകത്തില് ഉപദേശിക്കാൻ വേണ്ടി പലരും കച്ചകെട്ടി ഇറങ്ങുന്നുണ്ടാവും. ഹല്ലേലൂയ. അനേകരും പലതിലും തെറ്റിയിട്ട് ഉപദേഷ്ടാക്കന്മാരായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ യാക്കോബ് നമ്മളോട് പറയുന്നത്. അധികം ശിക്ഷാവിധി വരുമെന്ന് കണ്ടിട്ട് അവർ ഉപദേഷ്ടാക്കന്മാരായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപദേശം കേൾക്കുകയല്ല, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായി ഇരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. കാരണം അവർ പലതിലും തെറ്റിയിരിക്കുകയാണ്. അവര് തെറ്റിയതിനെ എങ്ങനെ അവർക്ക് ന്യായീകരിക്കണം, ആ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപദേഷ്ടാക്കന്മാരായി ഇരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ യോഹന്നാൻ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിങ്ങളിലുണ്ട് എങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകം ശുദ്ധി വരുമ്പോഴാണ്. ശുദ്ധി എങ്ങനെ വരും? കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 15:3 പറയുന്നതാ, ഇന്ന് നിങ്ങൾ അവന്റെ വചനം കേൾക്കുന്നത് കൊണ്ട് ശുദ്ധിയുള്ളവരായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം യോഹന്നാൻ 15:2 വാക്യം എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15:2, നോക്കണമേ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ എന്ത് ചെയ്ത് കളയും? നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതെന്ന് അതിനെ ചെത്തി വെടിപ്പാക്കാം. കർത്താവിടെ പറയുക. ഹല്ലേലൂയ സ്തോത്രം. ഈ അഭിഷേകം തരുന്നത് നമ്മളെ ചെത്തുകയാണ്. ചെത്താൻ വേണ്ടിയിട്ടാണ് അഭിഷേകം തരുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ അധിക ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ചെത്തുക. നമുക്കറിയാം, മോശയോട് ദൈവം പറഞ്ഞു, സീനാൽ പർവ്വതത്തിൽ നീ വന്ന് കയറി ഇരുന്നാൽ മതി. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന പുറപ്പാട് പുസ്തകം 32:15 വായിച്ച്. പുറപ്പാട് പുസ്തകം 32:15 സാക്ഷ്യത്തിന്റെ പലകയിൽ രണ്ടും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അപ്പോഴും ഏഴുവശത്തും എഴുത്തുള്ളതായിരുന്നു. നോക്കണമേ, ഇവിടെ കൽപ്പന തരുന്ന പലക ആരുടെ പണിയാണ്? ദൈവത്തിന്റെ പണിയാണ്. അതിൽ ആരുടെ എഴുത്താണ്? ദൈവത്തിന്റെ എഴുത്താണ്. എന്നാൽ മോശ ഇവിടെ കടന്നു വന്നപ്പോൾ കാണാം, ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ആഘോഷിക്കുകയാണ്. ശരിക്കും മോശ ജനത്തെ വിലക്കേണ്ടതിന് പകരം മോശ ചെയ്തത് എന്താണ്? കയ്യിലിരുന്ന പലക എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. ആരുടെ പ്രവൃത്തിയാണ് എറിഞ്ഞുടച്ചത്? ദൈവത്തിന്റെ പണിയെ. ആരുടെ എഴുത്തിനെയാണ് എറിഞ്ഞുടച്ചത്? ദൈവത്തിന്റെ എഴുത്തിന്.
അപ്പോൾ ഇവിടെ ഇരുന്ന കുറച്ചുപേരെങ്കിലും ദൈവത്തിന്റെ പക്ഷത്തുള്ള ലേവ്യരെങ്കിലും ഉണ്ട്. അവർക്ക് പോലും ഈ എഴുത്ത് കൊടുക്കാതെ, ഈ പണിയെ കാണിച്ചു കൊടുക്കാതെ മോശ എറിഞ്ഞുടച്ചപ്പോൾ ഇപ്പോ ദൈവം പറയുകയാണ്, അങ്ങനെയല്ല, എല്ലാവർക്കും ഞാൻ അഭിഷേകം കൊടുക്കും. അവരെ തന്നെ ഈ അഭിഷേകം അവരെ എന്ത് ചെയ്യും? ഉപദേശിച്ച് വഴി നടത്തും. മറ്റേ നേരത്തെ ഒരാളിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ ജനത്തെ ഉപദേശിക്കേണ്ടതിന് പകരം കയ്യിലിരുന്ന ദൈവത്തിന്റെ പണിയെയും ദൈവത്തിന്റെ എഴുത്തിനെയാണ് എന്ത് ചെയ്തത്? എറിഞ്ഞ് ഉടച്ചത്. ജനത്തെയല്ലേ ശാസിക്കേണ്ടത്? അതിനു പകരം ദൈവത്തോടല്ലേ മല്ല് പോലെ എറിഞ്ഞുടച്ചത്. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും അഭിഷേകം കൊടുക്കും. അഭിഷേകം കൊടുത്തിട്ട് പറയുകയാണ്, ആ അഭിഷേകം നിങ്ങളെ എന്ത് ചെയ്യും? നടത്തും. ആ അഭിഷേകം നിങ്ങളെ നടത്തും. അഭിഷേകം ഒന്ന്, അല്യാസ്തോത്രം, ദൈവാലയത്തിൽ വരുന്ന കല്ലുകളെ എവിടെ വെച്ച് ചെത്തിയിരുന്നു? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. മതി. ഇവിടെ ആലയത്തിന്റെ കല്ലുകൾ കുഴിയിൽ വെച്ച് തന്നെ അവരെന്ത് ചെയ്തു? ചെത്തി വെടിപ്പാക്കി. എന്തിനാ അങ്ങനെ ചെയ്തത്? ആലയത്തിൽ ശബ്ദം ഉണ്ടാകരുത്, ആലയത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കരുത്, ആലയത്തിനകത്ത് ഇടർച്ച ഉണ്ടാകരുത്. ഈ കല്ലുകൾ കൊണ്ടുവന്ന ആലയത്തിനകത്തിട്ട് പണിതാൽ പണിതിട്ടിരിക്കുന്ന കല്ലിലും എന്ത് ചെയ്യും? അടിക്കുമ്പോ പിശര് തെറിക്കും. അപ്പൊ ആലയത്തിനകത്ത് ഒരു ശബ്ദം ഉണ്ടാകരുത്, ആലയത്തിനകത്ത് ഒരു ഭിന്നത ഉണ്ടാകരുത്, ആലയത്തിനകത്ത് ഇടർച്ച ഉണ്ടാകരുത്. ഇതാണ് ചെത്തുന്നതിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലായ? ദൈവം അഭിഷേകം തന്നിട്ട് നമ്മളെ ചെത്തുകയാണ്. ചിലരൊക്കെ വിചാരിക്കും, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അല്ലെ, യോഹന്നാൻ ഒരു ചെറിയ പുസ്തകം കൊടുത്തു. ഈ പുസ്തകം എടുത്ത് വിടർത്ത് അങ്ങ് കഴിച്ചപ്പോ എന്ത് സംഭവിച്ചു? വയറ് നല്ല മധുരമായിരുന്നു. പിന്നെയാണ് കച്ച് തുടങ്ങിയത്. അല്ലെ, വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവനൊരു ചെറു പുസ്തകം തന്നു. ഞാനത് വാ തുറന്ന് അത് ഭക്ഷിച്ചു. അതിന്റെ വയറിന് മധുരമായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ അറിവില്ലായ്മ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ദൈവം മറുപടി തന്നു. അപ്പൊ നല്ല മധുരമായിരുന്നു. പിന്നീടാണ് അത് കഴിക്കാൻ തുടങ്ങിയത്. കാര്യം, നമ്മൾ അറിവില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി തന്നു. പക്ഷെ അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവം എന്ത് ചെയ്തില്ല? മറുപടിയില്ല. പാപം ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നേരത്തെ അറിയാതെ പ്രാർത്ഥിച്ചു, ഇപ്പൊ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം മറുപടി നമുക്ക് തരുന്നില്ല. ഇതാ കച്ചതിന് കാരണം ഇതാ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ മറുപടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ ആത്മാക്കളെ തൂക്കി നോക്കാൻ തുടങ്ങി. സാദൃശ്യവാക്യം 16:2 അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന, അവൻ ആത്മാക്കളെ തൂക്കി നോക്കാൻ തുടങ്ങി. നമ്മുടെ ആത്മാവ് ശരിയുള്ള ആത്മാവാണോ എന്ന്, നമ്മളിൽ വസിക്കുന്ന ആത്മാവ് ശരിയുള്ള ആത്മാവാണോ എന്ന് തൂക്കി നോക്കി. 21:2 സദൃശവാക്യങ്ങൾ 21:2 വായിക്കുമ്പോൾ അടുത്ത ദൈവം എവിടെ തൂക്കി? ഹൃദയത്തെ തൂക്കി. ഇത് രണ്ടും തൂക്കി നോക്കിയിട്ടാണ് മറുപടി നമുക്ക് തരാൻ തുടങ്ങിയത്. കാരണം നമ്മളെ അനുഭവത്തില് നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ അഭിഷേകമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന
അനുഭവത്തിൽ കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വന്ന ഒരു ആലോചന പറഞ്ഞാൽ നമ്മളതങ്ങ് ഏറ്റെടുക്കും. കാരണം അയ്യോ ആ സഹോദരൻ നല്ല പ്രാർത്ഥിക്കുന്നതാണ്, ആ സഹോദരി നല്ല പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അവരുടെ ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ആരും ചകഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവമക്കള് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മോശയോട് ദൈവം പറയാണ്, ഇനി ഞാൻ പലവ ചെത്തൂല, ഇനി ഞാൻ എഴുതി തരയും, നീ പലവ ചെത്തണം. അല്ലെ, 34:1 വായിക്കുമ്പോൾ മോശയോട് പറയുകയാണ്, മുമ്പിലത്തെ പോലെ 2 പലകകൾ ചെത്തി നീ എൻ്റെ സന്നിധിയിൽ വന്ന് നോക്കണമേ. അപ്പൊ നേരത്തെ നീ കയറി വന്നാൽ മാത്രം മതി, ഞാനിത് ചെത്തി എഴുതി തരും. പക്ഷെ ഇപ്പോഴെന്തില്ല, ഇനി പലവയും തരൂല്ല, അത് ചെത്തിയും. ഇത് പുതിയ നിയമത്തിൽ എവിടെ കൊണ്ടുവരുന്നു? വെളിപ്പാട് പുസ്തകത്തിൽ കൊണ്ടുവരിക. വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്ന? 19:7 കുഞ്ഞാടിൻ കല്യാണം വന്നു. ഈ കല്യാണത്തിൽ പങ്കെടുക്കണമെങ്കിൽ കാന്ത എങ്ങനെയായിരിക്കണം? തന്നെത്താൻ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഒരുങ്ങുന്ന കാന്തയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഒരുങ്ങുന്ന ഒരു കാന്തയായിരിക്കണം. അല്ലാതെ ഒരു പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട്, ഒരു പ്രാർത്ഥനക്കാരന്റെ വാക്ക് കേട്ടുകൊണ്ട്, ഒരു പുറമെ സ്തോത്രം ചെയ്യുന്ന വെള്ള വസ്ത്രം ധരിക്കുന്ന ഒരുത്തന്റെ വാക്ക് കേട്ട്, അകമേ ശവക്കല്ലറ ആയിരിക്കുന്ന ഒരുത്തന്റെ വാക്ക് കേട്ടല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം, ആ അഭിഷേകത്തിൽ നിന്ന് ഒരുങ്ങണം. മോശയോട് പറയുക, നീ എന്ത് ചെയ്യണം? പഴയതുപോലെ നീ പലവ ചെത്തണം. ഇനി ഞാൻ ചെത്തി തരൂല. അതെങ്ങനെ ഇരിക്കണം? ഞാൻ ചെത്തിയതുപോലെ പലവ ഇരിക്കുകയും വേണം. മോശ കണ്ടോ? ദൈവം എങ്ങനെയാണ് പലവ ചെത്തിയതെന്ന് കണ്ടില്ല. അപ്പൊ കാണാത്ത മോശ ദൈവത്തിന്റെ അഭിഷേകത്തിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? പലക ചെത്തണം. പുതിയ നിയമ വിശ്വാസിക്ക് അതിന് അഭിഷേകം തന്നത്. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയുകയില്ല. നമ്മുടെ ആദ്യാസ്വത്രം ചെയ്യുന്ന അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കും. അവന്റെ നടപ്പ് നോക്കിയാൽ അറിയാം അവന്റെ വിശ്വാസത്യാഗം. ആരുടെയെങ്കിലും വാക്ക് കേട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകാതിരിക്കാൻ ദൈവം നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. ആരുടെയെങ്കിലും വാക്ക്, ഇപ്പൊ ഞാൻ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ആലയത്തിനകത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അതുവരെ പറയാത്ത വാക്ക് ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയണമെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാകണം. ഇന്നലെ വരെ പറഞ്ഞില്ല, ഇന്ന് വന്ന് പറയണമെങ്കിൽ, അല്ലെ, ഇന്നലെ വരെ നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല ഈ കാര്യം. ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം വന്ന് നമ്മളോട് പറയുന്നു എങ്കിൽ ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു? പിശാച് അവന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ചു. അവൻ കലക്കത്തിന്മേൽ കലക്കമുണ്ടാകാൻ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ അഭിഷേകത്തിൽ നിന്ന് കിട്ടും. അവനറിയാം, വന്ന് പറയുന്നവനറിയാം ഇവനൊരു അഭിഷേകവും ഇല്ല, ഒന്നുമില്ല, ഒരു ദൈവ സാന്നിധ്യവുമില്ല. അതുകൊണ്ട് ഇവനെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ ഇട്ടം ചെയ്യും, പറയും. ഇത് കേൾക്കണം നമ്മള്, അങ്ങ് വിശ്വസി. ശരി തന്നെ, അവ അത് പറഞ്ഞാണ്. നിങ്ങൾക്കറിയാം പ്രിയങ്ങളെ, കർത്താവും ശിഷ്യന്മാരുമായിട്ട് എവിടെ ഇരിക്കുകയാണ്? തിരുമേശയ്ക്ക് ഇരിക്കുകയാണ്, അല്ല, പെസക കഴിക്കാൻ ഇരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ
കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ് എല്ലാവരും ചോദിച്ചു, ഞാനോ റബി, ഞാനോ റബി, റബി എന്ന. അപ്പോ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ താലത്തിൽ അപ്പം മുക്കിക്കൊടുക്കുന്ന ആരോപൻ തന്നെ. അപ്പൊ യൂദയുടെ അടുക്കൽ വന്നു. യൂദ ചോദിച്ചു, ഞാനോ റബി എന്ന് ചോദിച്ചപ്പോ നീ തന്നെ എന്നും കർത്താവ് എന്ത് ചെയ്തു? യോഹന്നാൻ 13:27 പറഞ്ഞു, നീ തന്നെ എന്ന് പറഞ്ഞു. അവൻ കണ്ണം വാങ്ങിയ ഉടനെ അവനിൽ പിശാച് കയറി. അവൻ എണീറ്റ് വെളിയിൽ പോയി. കർത്താവ് എന്താ പറഞ്ഞത്? നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് ബാക്കി 11 പേരും അറിഞ്ഞോ? നീ തന്നെ എന്ന് പറഞ്ഞിട്ടും ഇവനാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പോണോന്ന് അവര് അറിഞ്ഞോ? അവരറിഞ്ഞോ? എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ. എന്നിട്ടും അവരറിഞ്ഞില്ല. അവരെ അരിച്ച് പണസഞ്ചി ഇവന്റെ ആയതുകൊണ്ട് എന്തോ പെസഹയ്ക്കുള്ള സാധനം വാങ്ങാൻ അവന്റെ അടുത്ത് പറഞ്ഞെന്നാണ് വിചാരിച്ചത്. കർത്താവ് മാത്രമേ അറിഞ്ഞുള്ളൂ അവൻ എന്താണ് ചെയ്യാൻ പോണം. അവ എന്താ ചെയ്യാൻ പോണത്? അവ ഹെരോദാവിന്റെ അടുത്ത് ഓടി, കയ്യപ്പാവിന്റെ അടുത്ത് ഓടി, കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള പദ്ധതിക്കായിട്ട് അവൻ തയ്യാറെടുത്താണ് പോയി. ഇത് ആർക്കേ അറിയാൻ കഴിഞ്ഞുള്ളൂ? കർത്താവിന്. കൂടെ ഉണ്ടായിരുന്ന 11 പേർക്കും അറിയാൻ കഴിഞ്ഞോ? ഇതുപോലെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിന് മാത്രമേ അറിയാവൂ യഥാർത്ഥ സത്യം എന്തെന്ന്. ബാക്കി ഒരുത്തർക്കും അത് അറിയില്ല. പക്ഷെ അത് അറിയണമെങ്കിൽ നീ അവനാൽ പ്രാപിച്ച അഭിഷേകം നിനക്കുണ്ടാകണം. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവൻ ഇത് പ്രവർത്തിച്ചത്? ഇത് പ്രവർത്തിച്ചത് കൊണ്ട് അവൻ എന്താണ് നേട്ടം? പ്രിയ ദൈവമക്കളെ, ഏത് പ്രവൃത്തിയും മറ്റൊരുത്തന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല. ഒരുത്തന്റെ നേട്ടത്തിന് വേണ്ടി അവൻ അവൻ പടച്ചുവിടുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ സ്വയം ഏറ്റെടുക്കും. അല്ലാതെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയോ ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. അവരുടെ മഹത്വം, അവരുടെ പ്രവൃത്തി. യൂദയ്ക്കുള്ള പ്രവൃത്തി എന്താണ്? അവൻ കുറച്ച് പൈസ കൈയിട്ടു വാരി. ഇതിനെ തികയ്ക്കണം. അതിന് ആരെ തന്നെ ഒറ്റ കൊടുക്കണം? കർത്താവിനെ തന്നെ ഒറ്റ കൊടുക്കണം. അപ്പൊ ഇവിടെ എല്ലാവരുടെയും നേട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നേട്ടമാണ്, അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരുവൻ എന്തിനു വേണ്ടിയാണ് കർത്താവിനെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും എന്താണ് പറഞ്ഞത്? ഗുരു, നീ നല്ല സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്. സ്വർഗത്തിൽ നിന്ന് വരാത്തവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ കഴിയില്ല. ആല്യാസ്തോത്രം ചെയ്യുന്നു. നീ മുഖപക്ഷമില്ലാത്ത ആളാണ്. ഞങ്ങൾ ഒരു കാര്യം നിന്നോട് ചോദിക്കുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അപ്പൊ പൈസയിലാണ് കർത്താവിനെ പരീക്ഷിക്കാം. കർത്താവിനെ കുറെ പൊക്കി, ഇല്ലേ? മുഖപക്ഷമില്ലാത്ത ആള്, നേരോടെ വിധിക്കുന്നവൻ ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു പൈസയിലാണ് കൊണ്ടുവന്ന് വെച്ചത്. കർത്താവ് പറഞ്ഞു, കൈസർക്ക് ഒരു കരം കാണിക്കാൻ പറ്റുന്ന നാണയം കാണിപ്പിൻ. ഇതിൽ കൈസർക്കുള്ളത് കൈസർക്കിനോടിക്കുകയും ദൈവത്തിനുള്ളത്. നമ്മളതിൽ വരുന്ന എല്ലാ 1 രൂപയിലും ദൈവത്തിനുള്ള പൈസയുണ്ട്. 1 രൂപ നമ്മളെ കയ്യിൽ വന്നാൽ അതിൽ ദൈവത്തിനുള്ള പൈസ ഉണ്ട്. ഇത് ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുത്തേ മതിയാവും. അതിനെന്തിനാ ദൈവത്തെ പരീക്ഷിക്കുന്നത്? ഇതാ ദൈവം ചോദിച്ചത്. ഇത് എന്തിനാ ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നത്? ഈ പരീക്ഷ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന യൂദയും അകപ്പെട്ടു. പക്ഷെ അത് യൂദ അകപ്പെട്ടെന്നുള്ള കാര്യം അഭിഷേകത്താലുള്ള പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒന്നും മനസ്സിലായില്ല. അവൻ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പോകുമ്പോഴും
ഇവൻ നല്ല പിള്ള എന്നാണ് ആരാ കരുതിയിരിക്കുന്നത്? നീ വേഗത്തിൽ നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യാൻ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു അല്യാസ്വദ്രം. അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുകയാണ് പെസഹയ്ക്കുള്ള കാര്യം ഇവരെ തന്നെ വ്യാപിച്ചിരിക്കുന്നതെന്ന്. ആണോ? പ്രശ്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ തിരിച്ചറിയണം. അതിനാണ് അഭിഷേകം. പ്രശ്നം ഉണ്ടാക്കുന്നവനെ നമ്മൾ തിരിച്ചറിയണം. അതിന് അഭിഷേകം. ആ അഭിഷേകമില്ലെങ്കിൽ നമ്മൾ ഏത് വാക്കും വിശ്വസിക്കും? ഏത് വാക്കും ഇവിടെ പറയുന്നു, അല്ല അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ, ആ ഭാഗം ഒന്ന് വായിച്ചേ. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം, പ്രിയ ദൈവമക്കളെ, ആരാ നിങ്ങളെ യഥാർത്ഥമായിട്ട് ഉപദേശിക്കുന്ന ആള്? ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഈ ലോകത്തിൽ ആല്യാസ്വദനം ചെയ്യുന്നു, യഥാർത്ഥമായി വചനത്തിന്റെ പൊരുളുകളുടെ മുമ്പിൽ കുത്തിയിരുന്ന് പഠിച്ച് ആല്യാസ്വദനം ചെയ്യുന്നു, മറ്റാരുടെ ഉപദേശവും എടുക്കാതെ ഒരു വചനം വായിച്ച് ഈ വചനമാണ് ഈ വചനത്തിന്റെ ആധാരമെന്ന് നിങ്ങളോട് പറഞ്ഞു തന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എനിക്ക് കാണിച്ചതാ. അവർ യൂട്യൂബിലും ഉള്ള മറ്റുള്ളവരുടെ പ്രസംഗങ്ങളും മറ്റുള്ളവരുടെ വചനങ്ങളും എല്ലാം കൂടെ എടുത്ത് അതിൽ നിന്നൊരു കോഡിയേഷൻ ഉണ്ടാക്കി നമുക്ക് വചനം പറഞ്ഞു തന്നു. അതായിരിക്കുമോ ശരിയായ ഉപദേശം? നമുക്ക് ഒരു ഏകദേശപ്പെട്ട ഒരു ഉപദേശം തരാനല്ല ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. നമുക്ക് തന്ന ഒരു ആലോചനയെ നമ്മൾ പറഞ്ഞു തരും. അത് ശരിയായി പ്രാപിക്കേണ്ടത് കേൾക്കുന്ന ദൈവമക്കളുടെ കർത്തവ്യമാണ്. അതിന്റെ 3-ാം അധ്യായം, 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ച്. കണ്ട, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും, കാര്യം എന്താണ്? വിത്ത് അവിടെ ഉണ്ട്. തെങ്ങിൽ നിന്ന് തേങ്ങ പാവിയാലേ തെങ്ങും തൈ കിട്ടും. അല്ലാതെ ആല്യാസ്വദനം ഓറഞ്ച് പാവിയെന്ന് പറഞ്ഞുകൊണ്ട് തെങ്ങും തൈ കിട്ടുമോ? ഓറഞ്ച് വിത്ത് നട്ടെന്ന് പറഞ്ഞാൽ തെങ്ങും തൈ കിട്ടുമോ? ആ സ്വഭാവം, വിത്ത്, വൃക്ഷത്തിന്റെ സ്വഭാവം, വൃക്ഷത്തിന്റെ രീതി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാവം ചെയ്യാതിരിക്കാൻ കഴിയും. ഇതാ വിത്ത്. നമ്മൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഇന്ന് അനേക രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു വിവിധ സ്നാനങ്ങളുണ്ട്. ആഭരണം ഇട്ട് സ്നാനം കൊടുക്കുന്നവരുണ്ട്, ആഭരണം ഊരിയിട്ട് സ്നാനം കൊടുത്തിട്ട് വീണ്ടും എടുത്തിടുന്നവരുണ്ട്, ആഭരണം മാത്രം മാറ്റിയിട്ട് സ്നാനപ്പെടുന്നവരുണ്ട്, ആല്യാസ്വദനം മുഴുവനായിട്ട് ആഭരണം മാറ്റി സ്നാനപ്പെടുന്നവരുണ്ട്. നീ എങ്ങനെ സ്നാനപ്പെട്ടു അതേപോലെ നിന്റെ മക്കളെയും കൊണ്ടുപോകണം. ഇതാണ് വിത്ത്. നീ ദൈവത്തോടെ എങ്ങനെ പറഞ്ഞ് സ്നാനപ്പെട്ടു, അതിൽ നിന്ന് ഉരുവാകുന്ന വിത്താണ് അടുത്ത് വരുന്നത്. അല്ലാതെ ഒരുത്തൻ സ്നാനപ്പെട്ടാൽ, ഒരുത്തൻ വിവാഹ ജീവിതം നയിച്ചാൽ ആ കുടുംബം പാപം ചെയ്ത കുടുംബമാണ്. അവന്റെ ഉപദേശം നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. അത് പാപത്തിൽ നിന്ന് വന്ന ഉപദേശമാണ്. എനിക്ക് കുറെ നീതീകരണമുണ്ട്, എനിക്ക് കുറെ ന്യായീകരണമുണ്ട്. അത് മറ്റുള്ളവരെ കൂടെ എന്നിലേക്ക് സ്വാധീനിക്കത്തക്ക മെസ്സേജ് ആയിരിക്കും ആ വ്യക്തിയിൽ നിന്ന് വരുന്നത്. എന്നിലേക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അടുപ്പിക്കണം, സ്വാധീനിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അഥവാ നമ്മളിൽ ഒരു പാപം വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉണർത്തിച്ചുകൊണ്ടേയിരിക്കും. നീ ചെയ്തത് പാപമാണ്, നീ ചെയ്തത് തെറ്റാണ്, നീ അത് തിരുത്തണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ദൈവത്തോട് നമ്മൾ നിരപ്പ് പ്രാപിച്ചിരിക്കും. ഉറപ്പ്.
അതാണ് അഭിഷേകം. ഈ അഭിഷേകം നമുക്കില്ല എങ്കിൽ നമ്മളെ പലരും ഉപദേശിക്കും.